ABC പദ്ധതി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതാണ് തെരുവുനായ ശല്യം രൂക്ഷമാക്കിയതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. റെയിൽവേ സ്റ്റേഷനുകളിൽ തെരുവുനായ്ക്കൾ കടക്കാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യണമെന്നും വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സി ചാക്കുണ്ണി 2022 റെയിൽവേ സ്റ്റേഷനുകളിലെ തെരുവുനായ ശല്യം ചിത്രങ്ങൾ സഹിതം മുഖ്യമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, DGP, പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മാനേജർമാർ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, DGP എന്നിവർക്ക് തുടർ നടപടികൾക്കായി നിർദ്ദേശം നൽകിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൃഗാശുപത്രികളും ABC വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം സമയബന്ധിതമായി പ്രാവർത്തികമാക്കാതിരുന്നതാണ് കോഴിക്കോട്ട് വെച്ച് വിദേശ വനിതയെയും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യുവ ഡോക്ടറെയും തെരുവുനായ കടിക്കാൻ ഇടയായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു പരിഹാരം കാണാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് വീണ്ടും കേരള സർക്കാരിനോടും റെയിൽവേ ഉദ്യോഗസ്ഥരോടും മറ്റു ബന്ധപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുകയാണ്. 2022 കൊടുത്ത നിവേദനത്തിന്റെ പകർപ്പാണിത്. അന്ന് തന്നെ നിങ്ങൾ പ്ലാറ്റ്ഫോമിലെ തെരുവുനായ ശല്യം ചിത്രസഹിതം അയക്കുകയും അതറിയിക്കുന്ന ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർ കൈക്കൊണ്ടെങ്കിലും പല കാരണങ്ങളാൽ താഴത്തെ നിലയിൽ അത് ഫലപ്രദമായില്ല. അതിന്റെ ദുരന്ത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളിലും റെയിൽവേ പാളങ്ങളിലും ഭക്ഷണ സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ ബോധവൽക്കരണം നടത്താൻ റെയിൽവേ തയ്യാറാകണമെന്നും അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സി ചാക്കുണ്ണി, കേരള റീജിയൻ കൺവീനർ എ ശിവശങ്കരൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.